It's a joy for me to be with you all, with Lena, Abby, and me. Minnie. We came from Houston yesterday, and God has been so good. This morning, as we read this portion, Psalm 30, I'm not going to be speaking from that portion, but I'll just hit a little bit before I go forward. It says, I will exalt you, O Lord, for you lifted me out of the depths and not let my enemies gloat over me. നമ്മുടെ എല്ലാം പ്രാർത്ഥന എന്തൊത്തില നാം ഏതില്ല നാം ആശ്രയിക്കുന്നേ എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുന്നേ. നോട്ട് ബിക്കോസ് ഇറ്റ്സ് മൈ strength. So I'll make it a Manglish message. It says further, O Lord, you brought me up from the grave. You spared me from going down into the pit. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിൽ പോകാറുണ്ട്. നാം ചിന്തിക്കും ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ വഴിയില്ല, എൻ്റെ ജീവിതം ഇതിൽ കൂടെ കഴിഞ്ഞു. ഇതിൽ ദാവീദ് പറയുന്നത്, യെസ്, ശത്രു പലരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെല്ലാം പോയാൽ ഒക്കുമോ? അതിൻ്റെ 6ാം വാക്ക് എനിക്കിഷ്ടം. ഞാൻ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. വെൻ ഐ ഫെൽറ്റ് സെക്യൂർ ഐ സെഡ് ഐ വിൽ നെവർ ബി ഷേക്കൻ. ഞാൻ കുലുങ്ങത്തില്ല. എപ്പോഴാ? വെൻ ഐ തിങ്ക് ഐ എം സംതിങ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്തോ ആയി, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ നേടി, എൻ്റെ കഴിവ് കൊണ്ട് പലതും ഞാൻ നേടിയിട്ടുണ്ട്. അടുത്ത വാക്യം പറയുന്നത്, when my God covered his face. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൈവിട്ടാലില്ലയോ നമ്മുടെ സ്ഥിതികളെല്ലാം മാറും. ഇന്ന് എൻ്റെ മെയിൻ ഫോക്കസ് അതിലല്ല. ഹഗായിയുടെ പുസ്തകത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹഗായിയുടെ പുസ്തകത്തിൽ ഹഗായിയോട് ദൈവം ഇടപെടുന്നത് എങ്ങനെയാ? ഇൻ ദ സെക്കൻഡ് ഇയർ ഓഫ് കിങ് ഡേറിയസ്, on the first day of the 6th month, and the word of the Lord came through the prophet Haggai to Zerubbabel, son of Shealtiel, governor of Judah. This is what the Lord Almighty says. These people say the time has not yet come for the Lord's house to be built. ഇപ്പോഴല്ല ദൈവവേല ചെയ്യാനുള്ള സമയം. Now what is my priority? To do things for me. നമുക്ക് എപ്പോഴാണ് നമ്മുടെ പ്രയോറിറ്റി മാറുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷൻസ് മാറുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും, നമ്മുടെ തിങ്കിങ്ങിന് മാറ്റം വരും. അറിയാം, ചില സമയത്ത് നമ്മൾ ടെൻഷൻസിൽ കൂടി പോകും, നമ്മൾ ടോട്ടലി ഡൗൺ ആവും. ഓ, ഇതെല്ലാം മതി, മടുത്തു, ഞാൻ ഒത്തിരി ഓടി, കഴിഞ്ഞ് ഇത്രയും വർഷം മിനിസ്ട്രി ചെയ്തു, ഇത്രയും വർഷം ജോലി ചെയ്തു, ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ല, ഞാൻ വേറെ വല്ല കാര്യത്തിൽ പോട്ടെ. എൻ്റെ എഫേർട്ട് ഹാസ് ബീൻ ഇൻ വെയിൻ. വാട്ട് ഐ വാണ്ടഡ് ടു അച്ചീവ് ഹാസ് നോട്ട് ബീൻ ഡൺ. ആ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി വന്ന ഒരു ഗ്രൂപ്പിന് ആൾക്കാരോട് പറയുന്നത്. ഇപ്പോൾ അവരെന്തോത്തിനാ ഇറങ്ങിയത്? ഒരു ടെമ്പിൾ പണിയാൻ ഇറങ്ങിയവർ. They went with a goal, but today their goal is, they feel they are broken. Let me change my focus. അവരോട്
ഒരു കർത്താവൻ ദാസൻ പറയുക, യു ഹാവ് ടു കം ബാക്ക് ടു യുവർ കോളിംഗ്. നമ്മുടെ വിഷന് ഒരു മാറ്റം വരാറുണ്ടോ? നമ്മുടെ തോട്ട് പ്രോസസ്സിന് മാറ്റം വരാറുണ്ടോ? ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചില സമയത്ത് അറിയാതെ നാം മറക്കാറില്ലേ? എല്ലാത്തിനും മുമ്പേ ഗ്രേറ്റാ, സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഗ്രേറ്റാ. എന്നാൽ സ്റ്റേജ് എല്ലാം മാറിയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നാം തകർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്കിത് ഒക്കത്തില്ലെന്ന് പറയുന്ന സമയത്ത് this is too hard for me, I just want to leave it. ഈ പുറകെ നടന്നിട്ട് ഈ അമേരിക്ക വന്നിട്ട് എന്തോ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഇത്രയും വർഷം? എന്താ ടോട്ടൽ സ്ട്രഗിൾസ് എല്ലാം ഒരു സീറോ അല്ലയോ? യെസ്, ഇവരോട് പറയുക, the time has not yet come for the Lord's house to be built. What is your priority today? നിന്റെ ഇമ്പോർട്ടൻസ് എന്തോ ആയിരിക്കുന്നു? നമ്മോട് ദൈവം ചോദിക്കുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്തോ എന്ന് ചോദിച്ചാൽ എന്തുമായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് ഉത്തരം? ദൈവം എന്നെ ഓസ്റ്റിനി കൊണ്ടുവന്നു, ദൈവം എന്നെ ഹ്യൂസ്റ്റനി കൊണ്ടുവന്നു, ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയാണോ? എൻ്റെ കാഴ്ചപ്പാടിന് എവിടെ ആയിരിക്കുന്നു? എൻ്റെ IT ജോലിയിൽ ഒതുങ്ങി നിന്നാൽ മതിയോ? അല്ല, നമ്മ ഓരോ ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി എന്നാണെങ്കിൽ കർത്താവ് ഇവരോട് പറയുക, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ കോൾഡ് യു ഫോർ. അതിനല്ല നമ്മെ കണ്ടെക്കുന്നത്. ദൈവത്തിന് നമ്മെ കൊണ്ട് ഒരു പ്ലാനും ഒരു പർപ്പസും ഉണ്ട്. ആ പ്ലാനിൽ ഇന്ന് നീ നിൽക്കുന്നത് ദൈവം വിളിച്ചെടുത്താണോ? അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടോ? നമ്മുടെ തോട്ട് പ്രോസസ് നഷ്ടപ്പെട്ടോ? നമ്മുടെ തിങ്കിങ്ങേ മാറി. ഒരു കാലത്ത് ഇന്ന് ഞാൻ ഇത് ചെയ്യാൻ പോവാ, അത് ചെയ്യാൻ പോന്നെ, ആ ഗോൾസ് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞോ? നാം നമ്മുടെ ചില സർട്ടൻ ടൈമിൽ നാം പല പ്രോമിസസ് ദൈവത്തോട് ചെയ്യാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? അറിയാതെ ഡേ ടു ഡേ പ്രയോറിറ്റീസ് വന്നിട്ട് എന്തു ചെയ്യും? അതിനെല്ലാതെ കവറപ്പ് ചെയ്യും. ഞാൻ മാസം അവസാനം വരുമ്പോൾ അയ്യോ അങ്ങനെ ഒരു ഗോൾ ഞാൻ വെച്ചായിരുന്നു ഇല്ലയോ, അങ്ങനെ ഒരു പ്ലാൻ ഞാൻ ചെയ്തായിരുന്നല്ലോ, അതിനി നടക്കത്തില്ല. The Lord reminds us at certain time. നമ്മെ ഓർപ്പിക്കുന്നത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയല്ല, ദൈവഹിതം കാണാനാ. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ഏത് സ്റ്റെപ്പിൽ നാം പോകണമെന്ന് നാം ദൈവത്തെ ഒന്ന് കാണാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവഹിതം നാം മനസ്സിലാക്കുമ്പോ അറിയാതെ നാം പറയും, കർത്താവേ, ഐ നീഡ് എ ചേഞ്ച്. ദാവീദ് 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, when I realized that I will be in the pit. Yes, ചില സമയത്ത് നമ്മൾ അറിയാതെ എന്തോ പറ്റുന്നേ, നമ്മുടെ കോളിങ്ങും പോയി, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോ എന്താ ദൈവം പറയുന്നു, I am willing to raise you up. I am not done with you yet. I am still molding you. I have a purpose for you.
Sorry if it goes too much into English, but I know this crowd is pretty good in English, so I have no problem being in the English world. Where are we today? Are we kind of lost? If the Lord has a purpose for me, എന്നെ കൊണ്ട് ദൈവത്തിനൊരു ഹിതം ഉണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റും. ഒരു ഹഗായെ കണ്ടത് ജസ്റ്റ് ചുമ്മാ ഇരിക്കാൻ വേണ്ടിയല്ല, ഒരു ലീഡർഷിപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാനാ. ഒരു ലീഡർഷിപ്പ് ഇസ് വാട്ട് ചേഞ്ചസ് ദ പിക്ചർ ഓഫ് എനി കമ്പനി, any institution, any church. For that, what do we need to do? Have a vision in front of us. ഒരു വിഷൻ ഇല്ലാത്ത ഒരു ലീഡർ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ what happens? വിഷൻ ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വഴിയില്ല. ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ, ദൈവം നമ്മെ ഒരു സ്ഥാനത്താക്കുമ്പോൾ ഒരു ക്ലിയർ ഡെസ്റ്റിനേഷൻ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ചില സമയത്ത് അറിയാതെ ഈ ഡെസ്റ്റിനേഷൻ്റെക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചിന്തിക്കും? കർത്താവേ, എനിക്ക് ഈ വേദനകളിൽ കൂടെ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മോട് ഇന്ന് പറയുക, ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സ്ഥാനത്തോട്ട് പോകാൻ പറഞ്ഞ എത്രയും പേര് പറയും പോവാൻ? ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലം, ആ സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞാൽ അവിടെ ചോദിക്കും, എന്തു ചോദിക്കും? അത് എവിടെ ആയിരിക്കുന്നു? എൻ്റെ ജോലി എന്തോ ആയിരിക്കും, അവിടെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തോ ആയിരിക്കും? എബ്രഹാമിനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ പറഞ്ഞേ? ഞാൻ കാണിക്കാൻ പോന്നേ ഒരു ദേശത്തേക്ക്. എൻ്റെ ഡാഡി വർഷങ്ങൾ മുമ്പേ, ഡാഡി ബൈബിൾ കോളേജെല്ലാം പഠിത്തം കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയില അന്ന്, ഡാഡിയോട് ദൈവാത്മാവ് പറഞ്ഞു ആസാമിൽ പോകാൻ. എല്ലാം കൂടി ഒരു AP അഡ്രസ്സ് അല്ലെങ്കിൽ ആർമി പോസ്റ്റ് അഡ്രസ്സ് കയ്യിലുണ്ട്. ദാറ്റ് ഇസ് നത്തിങ്. എന്തോ ഒരു വിശ്വാസത്തിലാണ് പോകുന്നത്. ആ കാലത്ത് അത്രയും വിശ്വാസമുണ്ട്. നമുക്ക് അത്ര വിശ്വാസമുണ്ടോ? നാം ഇന്ന് ഗൂഗിളിലും ആ മാപ്പെല്ലാം കണ്ടിട്ട് പറയും, കർത്താവേ, ഈ വഴികളിൽ കൂടെ ഒന്നും എനിക്ക് പോകാൻ പാടാ, ഈ വിൽഡർനെസ് എക്സ്പീരിയൻസ് എനിക്ക് ടു ഹാർഡാ. നമ്മോട് ദൈവം കറക്റ്റ് വഴി പറഞ്ഞായിരുന്നെങ്കിലോ നാം ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല. നമ്മെ ദൈവം നടത്തുന്നത് അറിയാത്ത വഴികളും ചിന്തിക്കാത്ത വഴികളിൽ കൂടി പോകുന്നത് നമ്മെ ഒരിടത്ത് കൊണ്ടുപോകാനാ. ഈ മെഡിക്കൽ സ്കൂൾക്കാർക്ക് ഈ ലോങ് ടൈം ട്രെയിനിങ് എല്ലാം പോകുമ്പോൾ ആ സമയത്ത് സ്ട്രഗിളാ. പണ്ടെല്ലാം ഉണ്ടായിരുന്നു റൊട്ടേഷൻ, 36 hours എല്ലാം ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഉണ്ടോ എനിക്ക് അറിയത്തില്ല, കേട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ്. ഞാൻ ബാങ്കിങ് ജോലി ചെയ്യുന്ന കാലത്ത് അവരവരുടെ എക്സ്പീരിയൻസ് എല്ലാം പറയും. Sadly, the training period was the long 32 hours working at one stretch. Was tough. എല്ലാം കൂടി ബ്രേക്ക് റൂമിൽ പോയി ഫ്യൂ മിനിറ്റ്സ് ഇരിക്കാം എന്നല്ല, വേറെ ഒന്നും അതിന് മുമ്പേ കോൾ വരും എന്നാണ് പറയുന്നത്. അന്ന് ആ ട്രെയിനിങ് വേണം. എന്തൊന്നാ ആ ജോലി ചെയ്യാൻ? നമ്മെ ചില ജോലി കൊണ്ടുവന്നത്, ചില വിൽഡർനെസ് എക്സ്പീരിയൻസിൽ കൂടി കൊണ്ടുവന്നത്, സംതിങ് ഇമ്പോർട്ടൻറ്റ് ഗോഡ് ഹാസ് പ്ലാൻ ഫോർ യു. നമുക്ക് ഈസി പണികളാണെങ്കിൽ വലിയ പണിയൊന്നും ചെയ്യണ്ട, എങ്ങനെങ്കിലും പോയാൽ മതിയെങ്കിൽ വലിയ എഫേർട്ടൊന്നും ഇടണ്ട. എന്നാൽ നാം ഓരോ സ്ട്രഗിളിൽ കൂടി പോകുമ്പോൾ ചിന്തിക്ക്, ദൈവത്തിന് ഇതിൻ്റെ നടുവിൽ എന്നെ കൊണ്ടൊരു പ്ലാൻ ഉണ്ട്, എന്നെ കൊണ്ടൊരു പേർപ്പസ് ഉണ്ട്. യെസ്, നോട്ട് ടു ഗിവ് അപ്പ് ബട്ട് ടു സീ ഹിസ് പ്ലാൻ. യെസ്, ഇവരെ വിളിച്ചത് വലിയ ഇവരെന്തോ കണ്ടൊക്കെ ആൾക്കാരറിയാമോ? അത് ചിലർ അപ്പം ആദ്യത്തെ
ടെമ്പിൾ കണ്ടിട്ടുണ്ട്. ശലോമോൻ ബിൽഡ് ചെയ്ത ടെമ്പിളിന്റെ മുമ്പിൽ, അന്നത്തെ ബ്യൂട്ടിഫുൾ ടെമ്പിളിന്റെ മുമ്പിൽ ഇവർക്ക് എന്നാ നോക്കും? നാം ചിന്തിക്കും, കർത്താവേ, ഈ ഓസ്റ്റിനിൽ സൂപ്പർ ചർച്ചസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ഏരിയാസ് ഉണ്ട്, ഞങ്ങളെ ഈ കൊച്ചു സഭയെ കൊണ്ട് എന്തോ നടക്കും? ഈ കൊച്ചു പ്ലേസിൽ ഞങ്ങളൊരു സ്മോൾ ഗ്രൂപ്പ് അല്ലയോ? ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ശക്തിയല്ല വാട്ട് മാറ്റേഴ്സ്. The presence of God is what matters. When the presence of God is here, അതിന്റെ 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, the glory of the present house will be greater than the glory of the former house, says the Lord Almighty. ഇന്ന് നാം ഏതിലാ ഭാരപ്പെടുന്നേ? നാം പലതിൽ വന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ തന്നെ വല്ലോടത്തും കിടക്കുക. നമുക്കൊരു ചർച്ച വേണം, ഒരിടത്ത് ഗ്യാദർ ചെയ്യണം, എങ്ങനെയെങ്കിലും ഒതുങ്ങി പോയാൽ മതി എന്നുള്ള തിങ്കിങ്ങിലാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, യു ആർ നോട്ട് ഡൺ യെറ്റ്. ഒരു വിഷൻ, ഒരു പെർസ്പെക്റ്റീവ്, ഒരു മാറ്റത്തിന് വേണ്ടി സമയമാണ്. ഒരു തിങ്കിങ് പ്രോസസ് തന്നെ ഒരു ചേഞ്ച് വരാൻ ഞാൻ റെഡിയാണോ? നാം ചിന്തിക്കുന്ന വഴിയൊന്നുമല്ല ദൈവം നടത്തുന്നത്. ഞാൻ ചിന്തിക്കാത്ത വഴികളിൽ കൂടെ. ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനും എബിയും കൂടി വന്നപ്പം എബി പറഞ്ഞു, നമ്മുടെ മലയാളി പാസ്റ്റേഴ്സിൻ്റെ ശബ്ദം. ഞാനിപ്പം ചിന്തിക്കുക, എൻ്റെ ശബ്ദവും കുറച്ച് ഹൈ ലെവലിൽ പോവുക. അത് നാച്ചുറൽ എനിക്ക്. എന്നാലേ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്കല്ലേ അറിയാതെ വോയിസ് ഒക്കെ പൊങ്ങി പോകുന്നതാണ്. The main thing is, do you have understand for what God has called you? ദൈവം നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്ന ഒരു ടെമ്പിൾ പണിയാനാണെങ്കിൽ, ഒരു ദേശത്തിനൊരു മാറ്റം വരുത്താനാണെങ്കിൽ, ഞാൻ അറിയുന്നുണ്ടോ എന്നെ കൊണ്ട് ദൈവം ഈ കാലത്തും പണിയാൻ ശക്തനാ. യെസ്, ഞാൻ ചിന്തിക്കാത്ത വഴികളായിരിക്കും, ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായിരിക്കും. ഈ 2025 ഈ മെയ് മാസത്തിൽ എന്നെ കൊണ്ടൊരു പ്ലാനുണ്ട് ദൈവത്തിന്. യെസ്, നമ്മെ കൊണ്ട് ദൈവത്തിനൊരു ഹിതമുണ്ട്. ഞാൻ ആദ്യം മിനിസ്ട്രിയിൽ ഇറങ്ങുന്നേ 2005 20 വർഷം മുമ്പേ. കഴിഞ്ഞ ദിവസം ഫ്യൂ മന്ത്സ് ബിഫോർ ആൻസനോട് ചോദിച്ചു, അത്രയും വർഷം ആയോ? യെസ്, ലുക്സ് ലൈക്ക് യെസ്റ്റർഡേ. 20 വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ ഞാൻ കർത്താവേ, എന്നെ കൊണ്ട് എന്തോ പ്ലാൻ ദൈവം നടത്താൻ പോകുന്നേ? ഞാൻ ചർച്ചിൽ പുറകെ ഇരിക്കുന്ന ഒരാൾ, വെരി കംഫർട്ടബിൾ സിറ്റിംഗ് ഇൻ ദ ബാക്ക്. അല്ലാതെ എനിക്ക് ഫ്രണ്ട് സീറ്റോ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിൻ്റെ 2ാമത്തെ സീറ്റിലായിരുന്നു ഇരിക്കുന്നത്. വെരി കംഫർട്ടബിൾ. എന്നാൽ ദൈവം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം നമ്മെ ദൈവം പലയിടത്തും നിർത്തും. അത് നിന്നെ പൊക്കാൻ വേണ്ടിയൊന്നും അല്ല, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ദൈവം നമ്മെ വിളിക്കുമ്പോൾ അതിനൊരു ഒരുക്കം ചെയ്യാൻ നമുക്ക് പ്ലാനുണ്ടോ? നാം കംഫർട്ടബിൾ ആവും ചിന്തിക്കില്ലേ? അതിന് ഔട്ട്സൈഡിൽ പോകാൻ മനസ്സുണ്ടോ എന്ന ചോദ്യം. മനസ്സുണ്ടെങ്കിൽ He says, I will use you. Yes. ഈ 30-ാം സങ്കീർത്തനത്തെ പറയുന്ന അവസാനം പറയുന്നത്, ലോർഡ് ഗിവ് മീ എ ചാൻസ്, ഇല്ലയോ? യെസ്, ക്യാൻ ഐ
If I pass away, what good? ഇന്ന് ദൈവം എനിക്ക് ഒരു ജീവിതം തന്നിക്കുന്നത് ടു ഡു സംതിങ് ഗുഡ്. നമ്മുടെ തിങ്കിങ് അല്ല. It's not our thinking what God, He wants. Are you available for me? പലത് നാം കാണുമ്പോൾ നമ്മൾ ഓർക്കും, എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും. ഇഷ്യൂസ് വരുമ്പോൾ, ഹെഡേക്സ് വരുമ്പോൾ, ഫൈനാൻഷ്യൽ സ്ട്രെസ് വരുമ്പോൾ, ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ് വരുമ്പോൾ എന്തോ ചിന്തിക്കും, ഓ JP Morgan വാസ് മച്ച് മച്ച് ബെറ്റർ. അന്നൊന്നും അറിയണ്ടായിരുന്നു. ഒരു ഡീൽ ചെയ്താൽ കാര്യം നടക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മെ ദൈവം വിളിച്ചെന്തോന്നാന്ന് അറിയണം. സോ ഇതിൽ നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ He is able to guide you. നമ്മുടെ കപ്പാസിറ്റി അല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ സ്കിൽസ് അല്ല ദൈവം നോക്കുന്നത്. ഈ വ്യക്തികളെല്ലാം ഭാരവും പ്രയാസങ്ങളെല്ലാം ഉണ്ട്. But they are not worried about what they have been called, because God called them. നാം ഇന്ന് ദൈവശബ്ദം കേൾക്കാറുണ്ടോ? If we are listening to His voice, are we willing to act on it? Yes, ഓസ്റ്റിനിലെ ചർച്ചിനോട് ഞാൻ സംസാരിക്കുന്നേ. ചിലർ പറയും വെല്ലോടുത്ത് അല്ല, ഞാൻ ഇവിടത്തേക്കാണ് പറയുന്നത്. നമ്മോടെ, ഞാൻ ഉൾപ്പെടെ നാം ദൈവശബ്ദം കേട്ടിട്ട് ഹൗ ഡു വി റിയാക്ട്? നാം കേട്ടിട്ട് കർത്താവേ വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്നാണോ? ഇത് ജെയിംസ് പാസ്റ്ററെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാ? അല്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മെ ദൈവം എന്തോ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. യെസ്, there is challenges ahead, there are struggles ahead, but I don't see any of those as a problem. ഞാൻ അതെന്തുമായിട്ടാണ് കാണുന്നേ? ദൈവം എന്നെ പണിയുന്ന വഴികളായിട്ട് ഞാൻ കാണുന്നു. എന്നെ ഈ ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ ഐ സീ ഗോഡ്സ് ഗ്ലോറി. ഇന്ന് നാം ദൈവത്തെ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ തൃപ്തിയിൽ ഒതുങ്ങിയിരിക്കുവാന്നോ? നാം ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ IT കമ്പനീസ്, അല്ലെങ്കിൽ നമ്മുടെ വിച്ച് അവർ കമ്പനീസ് യു ആർ വർക്കിംഗ്, അതിലാണോ നമ്മുടെ ആശ്രയം? നമ്മുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നീ ഒന്നിലും ഭയപ്പെടണ്ട. ബട്ട് ആർ യു വില്ലിംഗ് ടു ആക്ട് ഓൺ ഹിസ് വേർഡ്സ്? നാം ഓരോ പ്രശ്നം കാണുമ്പോൾ നമുക്ക് പറയാമോ, കർത്താവേ ഇന്ന് നടുവിലും എന്നെ ഒന്ന് പണിയണേ. നാം ഓരോ ഗോൾസ് വെക്കുമ്പോൾ നമുക്ക് പറയാമോ, കർത്താവേ ഐ നീഡ് സ്ട്രെങ്ത് ടു ഫോക്കസ് ഓൺ മൈ ഗോൾസ്. കാരണം ഡേ ടു ഡേ ഓബ്സ്റ്റക്കിൾസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. വീട്ടിൽ നിന്നായിരിക്കും, മക്കളിൽ നിന്നായിരിക്കും, ജോലിയിൽ നിന്നായിരിക്കും, പല സൈഡിൽ നിന്നായിരിക്കും പ്രോബ്ലംസ് വരാൻ പോകുന്നത്. നീ ഒരു പ്ലാൻ വെക്ക്, അന്ന് പ്രശ്നം വരാൻ തുടങ്ങും. ആ പ്രശ്നത്തിന് നടുവിൽ നമുക്ക് പറയാമോ, കർത്താവേ ഐ നീഡ് ദ സ്ട്രെങ്ത്. I need the strength to be able to move forward in this challenging time. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ 3 മിനിറ്റ് ഉണ്ട്. നമുക്ക് പറയാമോ, കർത്താവേ എനിക്ക് ഈ കാലത്ത് in midst of the challenging times I want to see your glory. I want to feel your presence in my life. I want a touch in my life. I want to see your glory. You may see many other things as great, but this morning time the Lord is speaking to us.
He's saying, are you available for me? Are you available? Yes. ഞാൻ ആ സാം 30 ഹൗസ് ഒന്ന് വായിച്ചിട്ട് തീർക്കാൻ പോകാം. What good if my life is gone, അല്ലയോ? അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ വാക്യം കൂട്ടിയുമല്ല. What gain is there in my destruction, in my going down into the pit? Will the dust praise you? കർത്താവേ, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. Yes, I want to be changed to do your will, to glorify your name, that my heart may sing to you and not be silent. Oh Lord, my God, I will give you thanks. കർത്താവേ, എനിക്ക് ഈ കാലത്ത്, ഈ സമയത്ത്, ഈ ചേഞ്ചിൻ്റെ എല്ലാം കാലത്ത് നടുവിൽ എനിക്ക് ഹോപ്പില്ല. ഞാൻ ഇന്ന് ഈ രാജ്യത്തെ കാണുമ്പോൾ എനിക്ക് നാളെ എങ്ങോട്ട് പോകണമെന്ന് വറി ചെയ്ത് നിൽക്കുമ്പോൾ അമേരിക്കയിൽ പതിവ് പറയാറില്ല. ഇവിടെ ആരെങ്കിലും ഒരാൾക്ക് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു നിർബന്ധമില്ല ആരും നിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. Pray for me. I am going through such and such a situation. The Lord was speaking to me. I want a touch in my life. നിങ്ങൾ എവിടെ നിന്നിരിക്കുക അവിടെ നിൽക്കാം, അല്ലെങ്കിൽ കൈ ഒന്ന് ഉയർത്തിയാൽ I'll be praying for you. Hallelujah. Hallelujah. I see one hand. Amen. I see some hands. Hallelujah. 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 Habala rabba shabala rabale. Wabala rabba shabba wabara bale sabha. Habale rabale shabala rabba sabha wala. കർത്താവേ, പലരും പല പ്രശ്നങ്ങളിൽ കൂടെ അവരെ കൊണ്ട് ദൈവം അങ്ങേക്ക് എന്തോ പ്ലാന്, ജീവിതത്തിൽ പലതും ഗിവ് അപ്പ് ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോ യെസ്, അവർക്കൊരു ശക്തി അങ്ങയുടെ വേണം കർത്താവേ. ഈ കാലങ്ങളിൽ ടച്ച് അവർക്ക് ആവശ്യമുണ്ട്. അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ മാത്രം കർത്താവേ. Lord, let your name be glorified. Lord, I pray your divine touch on their lives, Master. I pray that you will touch them. Use them for your glory. Lord, I pray that whatever they're going through, give them the special grace. In Jesus' name I pray.